ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ നിങ്ങൾക്ക് കടകളിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഈ പാസ്ത നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് പാസ്തയാണ് എടുക്കുന്നത്. പല ടൈപ്പ് പാസ്തയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എങ്ങനെയാണോ അതെടുക്കുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പിടുക. പിന്നെ ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്താലും മതി. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കുക. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ പാകത്തിനുണ്ടായിരിക്കണം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ മതി. ഒരു പച്ചപ്പൊടി ചുവയ്ക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല. അപ്പോൾ പച്ചപ്പൊടി ചുവയ്ക്കാണ്ട് ഒരു എലാസ്റ്റിക് രൂപത്തിൽ തന്നെ ഇതിരിക്കുക. ആ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റാം. വെള്ളം പോകാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വയ്ക്കാം. ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഉള്ളവർ ബട്ടർ ചേർക്കുക. ബട്ടർ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി. ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കവും സവോളയും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവോള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അത് കുറച്ചൊന്ന് വണ്ട് വരുമ്പോഴത്തേനും ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി നമുക്ക് ചേർക്കാം. ഇതിൻ്റെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് വേകുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് കുറച്ച് ചേർക്കുന്നത്. അത് ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒരുവിധം വഴറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാൻ തന്നെ വെച്ച് കൊടുക്കുക. ആ പാനിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഇത് ഏതെങ്കിലും യൂസ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം തീ ഓണാക്കുക. അതിനുശേഷം ഇത് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരണം. തിളയ്ക്കാറാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ചതച്ച വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വൈറ്റ് പാസ്ത ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇത് ചേർത്ത് കൊടുത്താലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ ഹെർബ്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു പൊടി വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 സ്ലൈസസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് ചേർക്കുന്നതും ഒരു നല്ലൊരു ടേസ്റ്റ് ആണിതിന്. ഇനി എല്ലാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഉപ്പും എരിവൊക്കെ മതിയൊന്ന് നോക്കണം. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കുറുക്കവും നല്ലൊരു രീതിയിൽ കുറുക്കവും വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ മതി. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പാസ്തയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ വൈറ്റ് പാസ്ത ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊരു 5-6 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു അളവിന്. അധികം പൈസയൊന്നുമില്ല, 100 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ വെജിറ്റബിൾസും വഴറ്റിയതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ ചിക്കൻ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ ഇതുപോലെ എൻ്റെ എന്തെങ്കിലും വിഭവങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.